പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ബയോളജിയിൽ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് പിതാക്കന്മാർ എന്നൊരു കാര്യമാണ്. പിതാക്കന്മാർ. ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് പിതാവാണ് പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവാണ് പ്രൊഫസർ ആർ മിശ്ര, പ്രൊഫസർ രാംദിയോ മിശ്ര. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി. ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് ആരാണ്? മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവാണ് മേധാ പട്കർ. മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഏത് വർഷമാണ്? 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവാര്? യൂജിൻ പി ഓഡം. അപ്പൊ ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് ആരാണ്? പ്രൊഫസർ ആർ മിശ്ര. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂജിൻ പി ഓഡമാണ്. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് റേച്ചൽ കഡ്സൺ. ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് മേധാ പട്കർ ആണെങ്കിൽ ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവാണ് റേച്ചൽ കഡ്സൺ എന്ന് ഓർക്കുക. റേച്ചൽ കഡ്സൺ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് റേച്ചൽ കഡ്സനെ നമുക്ക് അറിയുന്നത്. എന്താണ് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത? 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. അതിന്റെ രചയിതാവാണ് റേച്ചൽ കഡ്സൺ എന്ന് പറയുന്നത്. അടുത്തത് പരിസ്ഥിതിയുടെ പിതാവ് എന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പരിസ്ഥിതിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കോസ്മോസ് എന്നത് ഓർത്തിരിക്കുക. പരിസ്ഥിതിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത പുസ്തകമാണ് കോസ്മോസ്. ആരാണ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്? ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഹിനിയാണ്. പാലിയോളജി പുരാവസ്തുമായി ബന്ധപ്പെട്ടത് ബീർബൽ നമ്മൾ പുരാണങ്ങളിൽ കേൾക്കുന്ന ആളാണല്ലേ. സോ ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ആരാണ്? ബീർബൽ സാഹിനിയാണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഡിട്രിഷ് ബ്രാൻഡിസ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിഷ് ബ്രാൻഡിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് മേധാ പട്കർ ആണ്. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് ആര്? യൂജിൻ പി ഓഡമാണ്. ആധുനിക ഇന്ത്യൻ പരിസ്ഥിതിയുടെ മാതാവ് റേച്ചൽ കഡ്സൺ ആണ്. സൈലന്റ് സ്പ്രിംഗ് 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായ പുസ്തകം. പരിസ്ഥിതിയുടെ പിതാവ് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കോസ്മോസ് എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്നത് ഓർത്തിരിക്കുക. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഹിനിയാണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഡിട്രിഷ് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 പ്രസ്ഥാനങ്ങൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ IUCN. എന്താണ് IUCNന്റെ പ്രത്യേകത? ലോകത്ത് ആദ്യമായിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. 1948 IUCNന്റെ രൂപീകരണം. എവിടെയാണ് IUCNന്റെ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് IUCNന്റെ ആസ്ഥാനം. എവിടെയാണ് IUCNന്റെ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണല്ലേ. നമ്മൾ കണ്ടു ട്രിവാൻഡ്രം 2024 LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. IUCNന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. 1948 IUCN നിലവിൽ വന്നത്. എന്തിനാണ് പ്രശസ്തം? റെഡ് ഡേറ്റ ബുക്ക് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN ആണ്. എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് നമ്മൾ 2024 നമ്മൾ ഫേമസ് ആണ്. കാരണം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗ്രീൻ പീസ് എന്ന സംഘടന. വളരെയധികം കേട്ടിട്ടുണ്ട്. പ്രകൃതിയുടെ കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. പ്രകൃതിയുടെ കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് എന്നാണ് നിലവിൽ വന്നത്? 1971 ഗ്രീൻ പീസ് നിലവിൽ വന്നത്. എവിടെയാണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം? നിലവിൽ വരുന്ന സമയത്ത് കാനഡയിലെ വാൻകൂർ ആയിരുന്നു. വാൻകൂർ എന്ന സ്ഥലത്തായിരുന്നു ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. എന്നാൽ അറ്റ് ദ പ്രസന്റ് ടൈം ഗ്രീൻ പീസിന്റെ ആസ്ഥാനം നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ്. ഇപ്പോൾ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡിലെ ആംസ്റ്റർഡാം
ഗുരുഗ്രാമാണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. അടുത്തത് ദേശീയ തലത്തിൽ നമ്മൾ ചിപ്കോ പ്രസ്ഥാനം അല്ലെ, 1973 സുന്ദർലാൽ ബഹുഗുണ ഉത്തർപ്രദേശിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഏതാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വൃക്ഷലതാദികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുന്ദർലാൽ ബഹുഗുണ സ്ഥാപിച്ച സംഘടനയാണ് ചിപ്കോ പ്രസ്ഥാനം 1973 ഉത്തർപ്രദേശ്. എന്നാൽ ഇപ്പോൾ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇപ്പൊ ഉത്തരാഖണ്ഡിലാണ് അതിന്റെ ആസ്ഥാനം എന്നത് ഓർത്തിരിക്കുക.